ഇന്നലെ വരെ ജിൻഡനോട് ചെയ്ത ചില ക്രൂരതകൾക്ക് തക്കതായ ശിക്ഷ നന്ദനയ്ക്ക് ഇന്ന് കിട്ടിയിരിക്കുകയാണ്. നന്ദനക്ക് വന്ന സമയം തൊട്ട് ഒരു അഹങ്കാരമുണ്ട്. താൻ ചെയ്യുന്നതെല്ലാം 100% ശരിയാണെന്നും തന്റെ കൂടെയാണ് എല്ലാവരും നിൽക്കുന്നതെന്നും താൻ പറയുന്നതെല്ലാം ശരിയാണെന്നും. പലപ്പോഴും നന്ദന പറയുന്ന കാര്യങ്ങൾ ഗണ്ണിക്കാനോ നന്ദന ചെയ്യുന്ന തെറ്റായ പ്രവൃത്തികളെ ചോദ്യം ചെയ്യാനോ ആരും തന്നെ മുതിർന്നിട്ടില്ല. ഹൗസിനുള്ളിൽ ജാസ്മിനും നോറയ്ക്കും വരുന്ന വിമർശനങ്ങൾ പോലും നന്ദനക്ക് വന്നിട്ടില്ല. എന്തിനു പറയുന്നു, കഴിഞ്ഞ ക്യാപ്റ്റൻസി ടാസ്കിൽ പോലും ഭൂരിഭാഗം പേരും സെലക്ട് ചെയ്തത് നന്ദനയെയാണ്. ഇങ്ങനെയുള്ള ഒരാൾക്ക് അഹങ്കാരം കൂടിയാൽ അത് സ്വാഭാവികം. കാരണം അത്രക്കും സപ്പോർട്ടാണ് അവർക്ക് ഹൗസിനുള്ളിൽ നിന്നും ലഭിക്കുന്നത്. എന്നാൽ ഇവർ അറിയുന്നില്ലല്ലോ ഇവരുടെ പല പ്രവൃത്തികൾക്കും ഹൗസിന് പുറത്ത് എത്രമാത്രം ഹീറ്റേഴ്സ് ആണ് ഉള്ളതെന്ന്. കഴിഞ്ഞ ദിവസം വിശന്നു വന്ന ജിൻഡോന് ഭക്ഷണം കൊടുക്കാതെ ഗസ്റ്റുകളുടെ മുൻപിൽ അപമാനിച്ചു വിട്ട നിമിഷം മുതൽ നന്ദനയെ പലരും വെറുത്തു തുടങ്ങി. അതുപോലെ തന്നെ ഇന്നത്തെ റാങ്കിംഗ് ടാസ്കിൽ ഇതിനെല്ലാത്തിനുമുള്ള ഒരു തിരിച്ചടിയും നന്ദനക്ക് കിട്ടി. ക്യാപ്റ്റൻസിയുടെ ഭാഗമായി ഹൗസിലുള്ളവർക്ക് ബിഗ് ബോസ് ഒരു റാങ്കിംഗ് ടാസ്ക് കൊടുക്കുന്നു. ഇത് ക്യാപ്റ്റൻസിയിലേക്കുള്ള ടാസ്ക് ആണെന്ന് മറച്ചുവെച്ചായിരുന്നു ബിഗ് ബോസ് ഈ ഗെയിം കൊടുത്തത്. അങ്ങനെ 1ാം സ്ഥാനത്തേക്ക് നന്ദന മത്സരിക്കാൻ നിൽക്കുന്നു. ഇപ്പോൾ നന്ദന പറയുന്നുണ്ട്, എനിക്കിവിടെ യോഗ്യതയില്ലാന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് നല്ല യോഗ്യതയുണ്ട് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇവിടെ ചിലർക്ക് പൈസക്ക് ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് പലരുടെ വാക്കിൽ നിന്നും. പക്ഷെ എനിക്ക് പൈസക്ക് ആവശ്യമുണ്ട്. അതുപോലെ എൻ്റെ അമ്മക്കും കുറെ കടങ്ങളുണ്ട്. എനിക്ക് കടം വീട്ടാനും ഒരു വീട് വെക്കാനും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ എനിക്ക് 1ാം സ്ഥാനത്തെത്തി ആ 50 ലക്ഷം കിട്ടുമ്പോൾ ഒരു വീട് വെക്കാം. എനിക്കത് പറ്റും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ഒന്നിൽ നിൽക്കുന്നു. എന്നാൽ നന്ദനക്കെതിരെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അപ്സര ആദ്യം പറയുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും പൈസ ആവശ്യമുണ്ട്, എന്നാൽ എന്തുകൊണ്ട് 1ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നതിലാണ് കാര്യം. അപ്പൊ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് വീട് വേണം, അതിനാണ് നീ ഇവിടെ വന്നത്, പക്ഷെ നീ ഇവിടെ എന്ത് ചെയ്തു എന്നതിലാണ് കാര്യം. സിജോയും അതുപോലെ പറയുന്നുണ്ട്, നിങ്ങൾ പ്രേക്ഷകർക്ക് എന്ത് കൊടുത്തു, ബിഗ് ബോസിന് എന്ത് കൊടുത്തു എന്നതിലൊക്കെയാണ് കാര്യം. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ 1ാം സ്ഥാനത്തേക്ക് എത്തുക. അങ്ങനെ സിജോയും അപ്സരയും ജാസ്മിനും അർജുനും ഒക്കെ ചേർന്ന് ഇതൊക്കെ പറയുമ്പോൾ നന്ദനയുടെ മുഖമൊക്കെ മാറുന്നുണ്ട്. നന്ദന അങ്ങനെ നന്ദനെ ഇത്രയും നാളും തലയിൽ കൊണ്ട് നടന്നവരൊക്കെ അങ്ങനെ നന്ദനെ ഇപ്പൊ താഴേക്ക് ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം നന്ദന മാറി നടക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു വിചാരം നന്ദനക്ക് മാറി കിട്ടി.